സ്പോട്ട് ലൈവിന് പോകുന്നത് പത്തനംതിട്ടയിലെ ഒരു വാർത്തയാണ് ഇനി പരിശോധിക്കുന്നത്. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ അജ്ഞാതർ ഒരു വീടിന് തീയിട്ടു. പേഴുമ്പാറ സ്വദേശി രാജ്കുമാറിന്റെ വീടിനാണ് തീവെച്ചത്. വീട്ടുമുറ്റത്തെ ബൈക്കിനും തീയിട്ടു. രാത്രിയാണ് സംഭവമുണ്ടായത്. വീട്ടിൽ ആളില്ലായിരുന്നതിനാൽ അപകടം ഒഴിവായി. ശശിനാരായണൻ ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശശി, ഇത് അജ്ഞാതർ തീയിട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഈ പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും, അക്രമികളെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഈ വീടിന് തീ വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ളൊരു നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വീടിന്റെയും അതോടൊപ്പം വാഹനത്തിലുമൊക്കെ തീയിട്ടു എന്നാണല്ലോ പറയപ്പെടുന്നത്. ടോം, ഇന്നലെ രാത്രി 2:30-ക്കാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. പത്തനംതിട്ട വടശ്ശേരിക്കര പേഴുമ്പാറ സ്വദേശി രാജ്കുമാറിന്റെ വീടിനാണ് അജ്ഞാതർ തീയിട്ടതായുള്ള ഒരു വിവരം ലഭിക്കുന്നത്. അത് ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. എന്തായാലും വീട്ടില് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീടിന്റെ ഉള്ളിലെ ഒരു മുറി പൂർണ്ണമായും കത്തി നശിക്കുകയും വീട്ടുപകരണങ്ങൾക്ക് നാശം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ രാജ്കുമാറിന്റെ ബൈക്ക് വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്നു. ആ ബൈക്കും അക്രമികൾ ഈ വന്ന തീ വെച്ചത് സംശയിക്കുന്ന വ്യക്തികൾ കത്തി തീയിട്ടതിന് ശേഷമാണ് മടങ്ങിപ്പോയത്. എന്തായാലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് തന്നെ ആരാണെന്നുള്ള സൂചന പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. കാരണം രാജ്കുമാറുമായി ഏതെങ്കിലും തരത്തിലുള്ള ശത്രുതയുള്ള ആളുകളായിരിക്കും ഇതിന്റെ പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് തന്നെ രാജ്കുമാറിന്റെ കാറും സമാനമായ രീതിയിൽ വീട്ടുമുറ്റത്തെ തരത്തിൽ കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് കണ്ടെത്തിയത്. അതുപോലെ പക്ഷെ ഇപ്പോഴത്തെ ഈ വീട് അജ്ഞാതർ കത്തിച്ചെന്ന് പറയുമ്പോൾ ഈ കാറും ഒരുപക്ഷെ അത്തരത്തിൽ നശിപ്പിക്കപ്പെട്ടതായിരിക്കാമെന്നുള്ള സംശയം കൂടി ബലപ്പെടുന്നുണ്ട്. എന്തായാലും പോലീസ് ഇതിനെക്കുറിച്ചൊരു തീർച്ചയായും അത് ഈ രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒരു ദുരൂഹതയുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഈ വ്യക്തിക്ക് ഈ ഗൃഹനാഥനെ സംബന്ധിച്ച് കൂടുതൽ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? കാരണം ഇതിനു മുൻപ് ഏതാനും നാളുകൾക്ക് മുൻപ് ഇദ്ദേഹത്തിന് തന്നെ കാർ അഗ്നിക്കിരയാകുന്നു. തൊട്ടു പിന്നാലെ വീടിനും ബൈക്കിനും തീ വയ്ക്കുന്നു. സ്വാഭാവികമായും ഇതിന് പിന്നിൽ ആരാണെന്നുള്ളത് പോലീസ് തന്നെ കണ്ടെത്തേണ്ടതില്ല. എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? ടോം, അത് തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. കാരണം ഒരാളുടെ വീട് 2 പ്രാവശ്യം വീട്ടിൽ ആക്രമിക്കപ്പെടുന്നു. അതും അജ്ഞാതരാണ്. തെളിവുകളൊന്നും ലഭിക്കുന്നില്ല. ഇക്കാര്യങ്ങളെ കുറിച്ച് പ്രതികരിക്കാനും വീട്ടുടമസ്ഥ നിലയ്ക്ക് രാജ്കുമാർ തയ്യാറാകുന്ന ഒരു ദുരൂഹത ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം കാറ് കത്തുനശിച്ച സംഭവം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അത് ഇപ്പോൾ വീടിന് തീയിട്ടതോടുകൂടി തന്നെ ഇത് രണ്ടും അജ്ഞാതരായ ആളുകൾ, അതായത് രാജ്കുമാറുമായി ശത്രുതയുള്ള വ്യക്തികളാണ് ഇതിന്റെ പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് രാജ്കുമാറിനോട് നമ്മൾ പ്രതികരണം തേടിയപ്പോൾ രാജ്കുമാർ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. അയൽവാസികളാണ് രാത്രി ഇതുപോലെ വീട് കത്തുന്ന കണ്ടുകൊണ്ട് ഇറങ്ങി വന്ന് ഈ തീ അണയ്ക്കുന്നതിനുള്ള കാര്യങ്ങൾ പോലീസിനെ വിളിക്കുകയും ഫയർഫോഴ്സിനെ വിളിക്കുകയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ വീട് ഈ തീ അണയ്ക്കുകയൊക്കെ ചെയ്ത്. പക്ഷേ രാജ്കുമാർ ആ സ്ഥലത്തില്ലായിരുന്നു. രാജ്കുമാറും കുടുംബവും ആ സ്ഥലത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആളപായം ഉണ്ടായില്ല. പക്ഷേ തുടർച്ചയായി ഒരു വീട്ടിൽ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായും അതിലെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. ആ തരത്തിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. രാജ്കുമാർ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ശത്രുതകൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ബന്ധങ്ങളോ മറ്റു കാര്യങ്ങളോ രാജ്കുമാറിന് ഉണ്ടായിട്ടുണ്ടോ? അത്തരം ആളുകളാണോ ഇത് ചെയ്തതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ആ തരത്തിൽ അന്വേഷിക്കാൻ. എന്തായാലും ഇന്നലെ രാത്രിയാണ് ഇത്തരം ഒരു സംഭവം വടശ്ശേരിക്കര പേഴുമ്പാറയിലുണ്ടായത്. തീർച്ചയായും ശശിനാരായണൻ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് ദുരൂഹത എന്താണെന്ന് പോലീസ് കണ്ടെത്തണം. കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിലാണ് രാജ്കുമാറിന്റെ വീട്ടിൽ, പത്തനംതിട്ട സ്വദേശി രാജ്കുമാറിന്റെ വീട്ടിൽ 2 തവണ തീപിടുത്തം ഉണ്ടാകുന്നു. നേരത്തെ കാറ് കത്തി നശിച്ചു. പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ രാത്രി വീടും ഇരുചക്ര വാഹനവുമാണ് അഗ്നിക്കിരയാക്കിയത്.